റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹ് പറയുകയാണ് നബിയോട്, പ്രവാചകരെ, താങ്കളുടെ ഹൃദയമെങ്ങാനും കുടുസായിരുന്നെങ്കിൽ, താങ്കളുടെ ഹൃദയമെങ്ങാനും ഇടുങ്ങിയതായിരുന്നെങ്കിൽ, താങ്കളുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന അനുയായികൾ എന്നേ പിരിഞ്ഞു പോയേനെ. താങ്കളുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന അനുയായികൾ എന്നേ താങ്കളെ ഉപേക്ഷിച്ചേനെ. അപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ചരിത്രത്തിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ, പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ സ്നേഹം കോരിച്ചെരിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ മുന്നിൽ നിന്നും അണയാതെ നിൽക്കുന്ന വിളക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകനെ അനുയായികൾ അതിരറ്റ് സ്നേഹിച്ചത്. എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചു? ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ബിലാൽ? അറേബ്യയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ 6 അടി മണ്ണിന്റെ അവകാശം മാത്രം ലഭിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ യവനികയിലേക്ക് മറഞ്ഞു പോകുമായിരുന്ന നീഗ്രോ വംശജനായ ഒരു അടിമ. ബിലാലിന്റെ നാമം ലോകം കേൾക്കുമായിരുന്നില്ല, ബിലാലിനെ കുറിച്ച് ലോകം അറിയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മരുഭൂമിയുടെ മൂലയിൽ ആടുകൾക്കൊപ്പം മരിച്ചു മൺമറഞ്ഞു പോകേണ്ട ബിലാൽ ഇന്നാരാണ്? ലോകത്തുള്ള കോടാനുകോടിക്കണക്കിന് പള്ളികൾ, ആ പള്ളിയിൽ നിന്ന്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ ഉയരുമ്പോ അറിയാതെയാണെങ്കിലും മുസ്ലിമിന്റെ മനസ്സ് എപ്പോഴെങ്കിലും ബിലാലിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ഇസ്ലാമിന്റെ ത്യാഗപരിതമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ബിലാലിന്റെ അനിതര സാധാരണമായ പങ്കിനെ കുറിച്ച് പറയാറുണ്ട്. ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടിൽ നിന്ന് പിടിച്ചുയർത്തിക്കൊണ്ട് വിമോചനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോ ജീവിതത്തിൽ ഇന്ന് വരെ പതർച്ച എന്താണെന്നറിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അരയിൽ നിന്ന് വാളൂരി എടുത്തുകൊണ്ട്, ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചുവെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഭ്രാന്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച വല്ലാത്ത സന്ദർഭം. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ മരണത്തിന് ശേഷം ബിലാലിന് മദീനയിൽ നിൽക്കാൻ സാധിച്ചില്ല. പ്രവാചകന്റെ പാത്രം കാണുമ്പോ, പ്രവാചകന്റെ ഉടുപ്പുകൾ കാണുമ്പോ, പ്രവാചകൻ ഉപയോഗിച്ച ഒട്ടകം കാണുമ്പോ, പ്രവാചകന്റെ വീട് കാണുമ്പോ, പ്രവാചകൻ പള്ളിയിലേക്ക് നടന്നുപോയ, ജനങ്ങളിലേക്ക് നടന്നുപോയ വഴിത്താരകൾ കാണുമ്പോ ബിലാലിന്റെ ഹൃദയം തകരുകയാണ്, ബിലാലിന്റെ കണ്ണ് നിറയുകയാണ്. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് സഹിക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണത്തിന് ശേഷം മദീന വിടുകയാണ്. സിറയുടെ അതിർത്തിയിൽ പട്ടാളക്കാരനായി കൊണ്ട് ജോലി നോക്കുന്ന സമയം ഒരു ദിവസം ബിലാൽ തീരുമാനിക്കുകയാണ്, എന്റെ പ്രവാചകന്റെ ഖബറിടം എനിക്കൊന്ന് സന്ദർശിക്കണം, എന്റെ മുത്തിന്റെ ഖബറിടം എനിക്കൊന്ന് സന്ദർശിക്കണം എന്ന ആഗ്രഹത്തോടെ മദീനയിലേക്ക് തിരിച്ചു വന്ന ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ആ ബിലാലിനെ കണ്ടപ്പോ മദീന നിവാസികൾ ഒന്നടങ്കം പറഞ്ഞു, ബിലാലേ, നീ ഒന്ന് ബാങ്ക് വിളിക്കണം ബിലാലേ, നിന്റെ ബാങ്കിന്റെ നാദങ്ങൾ കേൾക്കാൻ മദീനയുടെ മണൽത്തരികൾ പോലും കൊതിക്കുന്നുണ്ട് ബിലാലേ, അതുകൊണ്ട് നീ ഒന്ന് ബാങ്ക് വിളിക്കണം ബിലാലേ എന്ന് മദീന നിവാസികൾ ആവശ്യപ്പെട്ടപ്പോ ബിലാൽ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല, എന്റെ നബിയുള്ളപ്പോഴാണ് ഞാൻ ബാങ്ക് കൊടുത്തത്, ഞാൻ ബാങ്കിന്റെ ധ്വനികൾ ഒരു വിട്ടാൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ആളുകൾ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഖലീഫയോട് പരാതി പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ബിലാലിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കണം അമീറുൽ മുഅ്മിനീൻ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറയുകയാണ്, ബിലാലേ, നിന്റെ ബാങ്കിന് വേണ്ടി കാതോർക്കുകയാണ് മദീന പട്ടണം. ബിലാൽ പറഞ്ഞു, കഴിയില്ല അമീറുൽ മുഅ്മിനീൻ, എന്നെ നിർബന്ധിക്കരുത് അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ, ഇതെന്റെ ആജ്ഞയാണ്, ഇതെന്റെ നിർദ്ദേശമാണ്, ഇത് തള്ളിക്കളയാൻ നിനക്ക് അവകാശമില്ല എന്ന അമീറുൽ മുഅ്മിനീനിന്റെ നിർബന്ധപ്രകാരം ബിലാൽ ബാങ്ക് വിളിക്കാൻ കയറുകയാണ്. മധുരമായ
ധീരനായ ബിലാലിന്റെ ശബ്ദം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മദീന പട്ടണം മുഴുവൻ പൊട്ടിക്കരഞ്ഞു പോയ ചരിത്രത്തിലെ വല്ലാത്ത സന്ദർഭമാണത്. മദീനയിലെ മണൽത്തരികൾ പോലും പൊട്ടിക്കരഞ്ഞു പോയ, മദീന പള്ളിയുടെ തൂണുകൾ പോലും പൊട്ടിക്കരഞ്ഞു പോയ വല്ലാത്ത സന്ദർഭമാണത്. ബിലാൽ ബാങ്ക് വിളി തുടരുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഷഹാദത്ത് കലിമയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് അശ്ഹദു അന്ന എന്ന് പറഞ്ഞപ്പോ അതിനുശേഷമുള്ള ശബ്ദം കേൾക്കാൻ മദീനക്കാർക്ക് സാധിച്ചില്ല. ഹൃദയം പൊട്ടിപ്പോയി ബിലാലിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായി. ബിലാലിന് മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. ഖന്തഖ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് നേതാവെന്ന ഭാവമില്ലാതെ, നേതാവെന്ന ഹെഡ് വെയിറ്റ് ഇല്ലാതെ തന്റെ അനുയായികളുടെ കൂടെ പണിയെടുത്ത ഉന്നതനായ ആചാര്യനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ബിലാലിന്റെ ഹൃദയം മുഖരിതമാകുകയാണ്. ബിലാൽ തകർന്നുപോയി. ബിലാൽ എന്നല്ല, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. മദീന മുഴുവനും പൊട്ടിക്കരയുകയാണ്. ആ മഹാനായ നേതാവിന്റെ വിയോഗത്തിന്റെ വിരഹദുഃഖം മനസ്സിലേറ്റിക്കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുയായികൾ ഒന്നിച്ചു കരയണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ മുന്നിൽ ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമിന് വെല്ലുവിളിക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ കാണിച്ചു തരണം തുല്യനായൊരു നേതാവിനെ. മരിച്ചു കഴിഞ്ഞിട്ടും നൂറുകണക്കിന് അനുയായികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് കരയുന്ന തുല്യനായൊരു നേതാവിനെ ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ കാണിച്ചു തരണം എന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളിക്കുത്തരം നൽകാൻ ഇലാ യൗമിൽ ഖിയാമ ലോകത്തിന് സാധിക്കില്ല സഹോദരങ്ങളെ. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം